ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യണേ. അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ എല്ലാവരും കൂടി അല്പം ദൂരേക്ക് ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. പദ്ധതി എൻ്റേത് തന്നെയായിരുന്നു. എൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ചേട്ടത്തിയമ്മ തന്നെയായിരുന്നു. അങ്ങനെ എല്ലാവരും റെഡിയാവാൻ തുടങ്ങി. ചേട്ടൻ ആദ്യം തന്നെ റെഡിയായി കാറിൽ കയറി ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. പിന്നെ അച്ഛൻ ചേട്ടൻ്റെ കൂടെ മുൻപിലെ സീറ്റിലിരുന്നു. അത് കണ്ട എനിക്ക് സന്തോഷമായി. എൻ്റെ പദ്ധതി വിജയിക്കുന്നുണ്ട്, ഞാൻ മനസ്സിൽ പറഞ്ഞു. പിന്നെ ഞാൻ വേഗം പിന്നിലെ സീറ്റിൽ കയറിയിരുന്നു. അപ്പോൾ ചേട്ടത്തി അമ്മ പുതിയ ചുരിദാറൊക്കെ ഇട്ട് വരുന്നത് കണ്ടു. സ്ലീവ്ലെസ് ചുരിദാറാണ്. അല്പം ഇറുക്കമുണ്ടെന്ന് തോന്നി. കൈവണ്ണം ദൃശ്യമാണ്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാതായി. ഇങ്ങ് വാ, ഇവിടെ ഇരുന്നോ എന്ന ഭാവത്തിൽ ഞാൻ ചേട്ടത്തിയമ്മയെ നോക്കി. അങ്ങനെ അവർ കാറിൽ കയറി എൻ്റെ അടുത്തിരുന്നതും എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ചേട്ടത്തിയമ്മ, എങ്ങനെയുണ്ടടാ എൻ്റെ പുതിയ വേഷം, കൊള്ളാമോ? അവർ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ കൊള്ളാമോന്നോ? സൂപ്പറായിട്ടുണ്ട്. ചേച്ചിക്ക് നാടൻ വേഷത്തേക്കാൾ മോഡേൺ വേഷമാണ് കൂടുതൽ ചേരുന്നേ. ആദ്യമായി ദർശിച്ച ദൃശ്യവിസ്മയത്തിൽ വീണുപോയ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് കൈപൊക്കി മുടി ഒതുക്കി വെച്ചപ്പോൾ ഒരു വല്ലാത്ത സുഗന്ധം അവിടമാകെ പരന്നു. അത് മുൻപിലെ സീറ്റിലിരിക്കുന്ന അച്ഛനും കിട്ടിയത് കൊണ്ടാവണം. അച്ഛൻ ഒരു നിമിഷം പിന്നിലേക്ക് ചേട്ടത്തിയമ്മയെ നോക്കിയിട്ട് മുഖം തിരിച്ചു. പെട്ടെന്നാണ് അമ്മ പുതിയ സാരിയൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് വന്നത്. അത് കണ്ടതും ഞാൻ അമ്പരപ്പോടെ അങ്ങോട്ടേക്ക് നോക്കി. ഒളിച്ചേ കണ്ടേ എന്ന രീതിയിൽ വടയും കൊണ്ട് ചിരിച്ചോണ്ട് വരുന്നു അമ്മ. അത് കണ്ടതും ഞാനാകെ ആശയക്കുഴപ്പത്തിലായി. അടുത്ത് ചൈനീസ് ഫുഡും അപ്പുറത്ത് നല്ല മസാല ദോശയും വടയും. ഇതിപ്പോൾ ഏതെടുത്ത് കഴിക്കും ഞാൻ ചിന്തിച്ചു. പിന്നെ കുനിഞ്ഞുകൊണ്ട് കാറിലേക്ക് നോക്കി അമ്മ ചോദിച്ചു, മോളെ, നീ സൈഡ് സീറ്റിൽ ഇരിക്കാമോ? എനിക്ക് കാറ്റ് കൊണ്ടാൽ ചിലപ്പോൾ ഓക്കാനം വരും, അതുകൊണ്ടാ. ഓ, അതിനെന്താ അമ്മേ, ഇരിക്കാലോ എന്നും പറഞ്ഞ് ചേട്ടത്തി അമ്മ അപ്പുറത്ത് മാറിയിരുന്നു. പിന്നെ അമ്മ എൻ്റെ അടുത്തായി. അമ്മയ്ക്ക് നല്ല വണ്ണവും ചേട്ടത്തി അമ്മയ്ക്ക് കുറച്ച് വണ്ണവും ഉള്ളത് കൊണ്ട് പിൻസീറ്റിൽ ഞങ്ങൾ 3 പേരും തിങ്ങിഞ്ഞെറിഞ്ഞാണ് ഇരുന്നത്. അങ്ങനെ വണ്ടി വിട്ടു. എല്ലാവരും ഓരോന്ന് സംസാരിച്ചിരിക്കവേ ഞാൻ എൻ്റെ കലാപരിപാടി തുടങ്ങി. ആദ്യം കൈ അങ്ങോട്ടും ഇങ്ങോട്ടും പായിച്ചു. എൻ്റെ ഉദ്ദേശമൊക്കെ ആദ്യമേ അമ്മയ്ക്കും ചേട്ടത്തി അമ്മയ്ക്കും അറിയാവുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പുതിയതായി പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതില്ല എന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. അതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അത് തുടർന്നു. അമ്മ എന്നെ നോക്കി, എങ്കിലും ഞാൻ അത് തുടർന്നു. മോനെ, മതിയിട്ടോ, ആരേലും ശ്രദ്ധിക്കും, അമ്മ പതുക്കെ പറഞ്ഞു. ഇതൊക്കെ എന്ത്, ആരും ശ്രദ്ധിക്കില്ലെന്നേ, ഞാൻ മറുപടി പറഞ്ഞു. അങ്ങനെ നല്ലപോലെ ചപ്പാത്തി ചുടാനുള്ള ഗോതമ്പ് മാവ് കുഴച്ചു. പിന്നെ സ്ഥലമെത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ എല്ലാവരും അമ്മയെ നോക്കി. ചേട്ടത്തി അമ്മ, അമ്മ എന്താ ആകെ വല്ലാതിരിക്കുന്നേ? ചേട്ടൻ, ആ അതെ അമ്മേ, അമ്മ ആകെ ടയേർഡായതുപോലുണ്ടല്ലോ. അവരുടെ ചോദ്യം കേട്ട് എന്ത് പറയണം എന്നറിയാതെ അമ്മ വല്ലാതായി. പിന്നെ എന്നെ തുറച്ചു നോക്കിയിട്ട് നോട്ടം മാറ്റി. അപ്പോഴാണ് അച്ഛൻ ഇടയിൽ കയറി പറഞ്ഞത്, ആ, അവൾ അധികം യാത്ര ചെയ്ത് ശീലമില്ലല്ലോ, അതാവും. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് സമാധാനമായി, എനിക്കും. എന്തായാലും ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് നടന്നില്ലെങ്കിൽ ഇത് നടന്നല്ലോ, ഞാൻ അതോർത്ത് സന്തോഷിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി. അതൊരു പാർക്കായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ പ്രകൃതി ഭംഗി ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് ചേട്ടത്തെ അമ്മയുടെ കമൻറ്റ് വന്നത്. ചേട്ടാ, ഇന്ന് ഇവനെ കാണാൻ നല്ല സുന്ദരനായിട്ടില്ലേ, പുതിയ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടിട്ട്. ഇന്ന് എന്താണാവോ ഇവന് കറങ്ങാൻ പോകാനൊക്കെ തോന്നിയത്? അത് കേട്ടപ്പോൾ അമ്മ ഉടനെ തന്നെ പറഞ്ഞു, വേറെന്ത് കാര്യത്തിനാ, ഇവിടെ പാർക്കിൽ വരുന്ന പെണ്ണുങ്ങളുടെ മൂഡും ഡാഷും നോക്കാൻ തന്നെയാവും. പെട്ടെന്നുള്ള അമ്മയുടെ
ഇടിവെട്ട് വർത്താനം കേട്ടപ്പോൾ ഞാൻ ആകെ ചൂളിപ്പോയി. പക്ഷേ മറ്റുള്ളവരെല്ലാം ചിരിയോട് ചിരിയും. ചേട്ടനും ചേട്ടത്തെ അമ്മയും പൊട്ടിച്ചിരിച്ചും, കൂടെ അച്ഛനും. ചേട്ടത്തെ അമ്മ ചിരി അടക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് വാ പൊത്തിക്കൊണ്ട് പറഞ്ഞു, അയ്യോ അമ്മേ, അങ്ങനെയൊന്നും പറയില്ലേട്ടോ, അവന് വിഷമമാകും. ഞാൻ ചേട്ടനെയും അച്ഛനെയും നോക്കി. അവർ നിർത്താതെ ചിരിയോട് ചിരിയാണ്. ഞാൻ ഒരു ചമ്മിയ ചിരിയും ചിരിച്ച് അവിടെ നിന്നും മാറി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി. അവിടെ കുറെ പെൺപിള്ളേരുണ്ടായിരുന്നു. കണ്ണിന് നല്ല കുളിർമയാണല്ലോ എന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാത്തിനെയും വായി നോക്കി. എന്നെ കാണാൻ അത്യാവശ്യം കൊള്ളാവുന്നത് കൊണ്ടാവണം പല ആൻറ്റിമാരും പെൺപിള്ളേരും എന്നെയും തിരിച്ചു നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കുറച്ചപ്പുറത്തായി 4-5 പെൺപിള്ളേരെ കണ്ടു. അവരുടെ കയ്യിലൊക്കെ ബാഗും ഉണ്ടായിരുന്നു. ക്ലാസ് കട്ട് ചെയ്ത് വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അതിൽ ഒരെണ്ണം കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഒത്ത വണ്ണം, ഉയരം എല്ലാം കൊണ്ടും അടിപൊളി. ഞാൻ അതിനെ നോക്കി നിന്നപ്പോഴാണ് പെട്ടെന്ന് ചേട്ടത്തി അമ്മ അങ്ങോട്ടേക്ക് വന്നത്. ചേട്ടത്തി അമ്മ, ഇതാ മതിയടാ ഇങ്ങനെ വായി നോക്കിയത്. അത് കേട്ട് ഞാൻ ചിമ്മിയെ ചിരിച്ചു. പെട്ടെന്നാണ് ചേട്ടത്തി അമ്മ ഒന്ന് തിരിഞ്ഞു നോക്കിയത്. പിന്നെ എന്നോട് പറഞ്ഞു, ആഹാ, നിനക്ക് നോക്കാൻ പറ്റിയ ഒരാൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ശരി കുട്ട, നീ അവളെ ശരിക്കും നോക്കിക്കോളൂട്ടോ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അതും പറഞ്ഞ് ചേട്ടത്തി അമ്മ ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു. അതാരാ ചേച്ചി എന്നും ചോദിച്ച് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും ഞെട്ടി. ദേ അല്പം ദൂരെ നിന്നും വരുന്നു ദിവ്യ. ഇവൾ എങ്ങനെ ഇവിടെ എത്തി? ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നും കരുതി ഞാൻ വേഗം അവിടെ നിന്നും മാറി നിന്നു. അപ്പോഴേക്കും അവൾ അമ്മയെ കണ്ടു കഴിഞ്ഞിരുന്നു. അവൾ പതിയെ നടന്നു വന്ന് അമ്മയുടെ അടുത്തേക്ക് ചെന്നു. ദിവ്യ, അമ്മേ. അത് കേട്ടതും അമ്മ തിരിഞ്ഞു നോക്കി. അമ്മ, ആ മോളോ, മോളെന്താ ഇവിടെ? അമ്മ ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. ദിവ്യ, ധന്യ ചേച്ചി പറഞ്ഞു നിങ്ങളൊക്കെ ഇന്ന് ഇവിടെ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഒരു സർപ്രൈസായി ഞാനും ഇങ്ങോട്ട് വരാമെന്ന് കരുതി. അമ്മ, ആണോ മോളെ? അതേതായാലും നന്നായിട്ടോ. എൻ്റെ പൊന്നുമോള് വിടുമിടുക്കിയ. അതും പറഞ്ഞ് അമ്മ അവളുടെ കവിളിൽ തലോടി. ഇതെല്ലാം ഞാൻ അങ്ങോട്ട് മാറി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചപ്പുറത്ത് നിന്നും ചേട്ടത്തി അമ്മ എന്നെ നോക്കി കൊഞ്ഞനം കുത്തി കാണിച്ചു. അപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. ഞങ്ങൾ ഇന്ന് ഇവിടെ വരുന്ന കാര്യം ചേട്ടത്തി അമ്മയാണ് അവളോട് പറഞ്ഞതെന്ന്. അങ്ങനെ അമ്മയോട് സംസാരിച്ചു കഴിഞ്ഞ് ദിവ്യ ചേട്ടത്തി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. ദിവ്യ, ചേട്ടൻ എവിടെ ചേച്ചി? ചേട്ടത്തി അമ്മ, എൻ്റെ കെട്ടിയോനാണെങ്കിൽ ദേ ആള് അവിടെ നിന്നും ഐസ്ക്രീം വാങ്ങിക്കുന്നു. ഇനി നിന്റെ അഭിയേട്ടനാണെങ്കിൽ ദാ അവിടെ നിന്ന് വായി നോക്കുന്നു. അതും പറഞ്ഞ് ചേട്ടത്തി അമ്മ ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചതും ഞാൻ അവിടെയില്ലായിരുന്നു. അതിനു മുൻപേ ഞാൻ അവിടെ നിന്നും മാറിയിരുന്നു. ചേട്ടത്തി അമ്മ, ഷോ, ഇവൻ ഇതെവിടെ പോയി? ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ. അതും പറഞ്ഞ് ചേട്ടത്തി അമ്മ എന്നെ ചുറ്റും നോക്കി. ദിവ്യ, സാരമില്ല ചേച്ചി, ഞാൻ അഭിയേട്ടനെ കണ്ടുപിടിച്ചോളാം. ഇവിടെ എവിടെയെങ്കിലും വായി നോക്കി നിൽക്കുന്നുണ്ടാവും. ചേട്ടന് ഞാൻ കൂട്ടു വന്നോളാം. ചേട്ടത്തി അമ്മ, ശരി. പിന്നെ അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ലാട്ടോ. ദിവ്യ, പക്ഷെ എനിക്കെപ്പോഴും അഭിയേട്ടൻ കൊച്ചാ ചേച്ചി. അതും പറഞ്ഞ് അവൾ എന്നെ തിരക്കി വന്നു. അഭിയേട്ട. അവളുടെ ഉറക്കെയുള്ള വിളി എൻ്റെ ചെവിയിൽ തറച്ചു. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല. പെട്ടെന്ന് അവൾ എൻ്റെ അടുത്തേക്ക് വന്ന് കയ്യിൽ നല്ല നുള്ളു വെച്ച് തന്നു. ഷോ, എന്തോന്നാണ് ഇത്? വേദനിച്ചു. ഞാൻ കൈ തടവിക്കൊണ്ട് പറഞ്ഞു. അവൾ എന്നെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ചേട്ടൻ എന്താ എന്നെ കണ്ടിട്ടും കാണാത്ത പോലെ പോയത്? അതിന് ഞാൻ നിന്നെ കണ്ടില്ലല്ലോ. ദിവ്യ, ഉവ്വ. പിന്നെ അവൾ എന്നെ തന്നെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന് ചേട്ടനെ കാണാൻ നല്ല ചുള്ളനായിട്ടുണ്ടല്ലോ. എന്താ ഒരു ലുക്ക്, നല്ല ആപ്പിൾ പോലെയുണ്ട്. കണ്ടിട്ട് കടിച്ചു തിന്നാൻ തോന്നുന്നു. അതും പറഞ്ഞ് ദിവ്യ എൻ്റെ അടുത്തേക്ക് ചാഞ്ഞു. ഈ പറഞ്ഞത്
ധന്യചേട്ടത്തി അമ്മയാണെങ്കിൽ ഞാനിപ്പോൾ കടിച്ചു തിന്നാൻ കൊടുത്തേനെ ഞാൻ മനസ്സിൽ ചിന്തിച്ചു. ദിവ്യ കാണാനൊക്കെ അത്യാവശ്യം കൊള്ളാമായിരുന്നിട്ടും എനിക്കെന്താണാവോ ഒന്നും തോന്നാത്തത്. ഞാൻ മനസ്സിന്റെ മറ്റൊരു കോണിൽ അതും ചിന്തിച്ചു. ഞാൻ ഓ മതിയടി സോപ്പിട്ടത്. അല്ല, നീ വീട്ടിൽ പോകുന്നില്ലേ? ഇന്നെന്തിനാ വെറുതെ ക്ലാസ് കട്ട് ചെയ്തത്? വീട്ടിൽ പോടി. ദിവ്യ ഇല്ല, വീട്ടിൽ പോകുന്നില്ല. ഇന്ന് ഏട്ടനെ നോക്കിക്കൊള്ളണമെന്ന് അമ്മ പറഞ്ഞായിരുന്നു. അത് കേട്ടപ്പോൾ ഞാൻ ദേഷ്യത്തോടെ മനസ്സിൽ ചിലതൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ മുൻപിലൂടെ നല്ല ഭംഗിയുള്ള പെൺപിള്ളേരെ എന്നെയും നോക്കിക്കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു. ഞാനും അവരെ നോക്കി. അപ്പോഴൊക്കെ ദിവ്യ ഇടം കണ്ടിട്ട് എന്നെ ഒരുമാതിരി നോട്ടം നോക്കി. ആ നോട്ടം കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നിന്റെ കണ്ണുകൊണ്ടൊന്നുമല്ലല്ലോ ഞാൻ നോക്കിയത്, ഒന്ന് പോടി എന്നാണ്. അങ്ങനെ അവളുടെ വർത്താനം കേട്ട് അവിടെ നിൽക്കേണ്ടി വന്നു. കുറച്ചപ്പുറത്തായി അമ്മയും അച്ഛനും ചേട്ടനും ചേട്ടത്തിയുമെല്ലാം ഐസ്ക്രീമും കഴിച്ചുകൊണ്ട് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വാടി നമുക്ക് പോകാം. ദിവ്യ വേണ്ട ചേട്ടാ, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഞാൻ എടി വാ, ഞാൻ ഐസ്ക്രീം വാങ്ങിത്തരാം. ദിവ്യ ആണോ, എന്നാ ശരി വരാമെന്നും പറഞ്ഞ് അവൾ കൂടെ വന്നു. ഓ രക്ഷപ്പെട്ടു എന്നും മനസ്സിൽ പറഞ്ഞ് ഞാൻ അവൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അവൾ അതും കഴിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നു. ഞാൻ വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു.